ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനത്തിലും ഒരു മീൻ കേരളത്തിൽ നിന്നുള്ളതായിരിക്കും എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാൾ ഈരാറ്റുപേട്ടക്കാരനായിരിക്കും എന്ന് പറയുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു സാഹചര്യമാണ് ഈരാറ്റുപേട്ടയിൽ ഒരു അപകടം. 2 കുട്ടികൾ സ്കൂട്ടറിൽ ബൈക്കിൽ കയറി വന്നു ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിക്കുന്നു. ചാവി വലിച്ചു പോയി. ഹെൽമെറ്റ് ഇല്ല. കൊച്ചുകുട്ടികളാണ്. തെളിവിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴേക്ക് ആ പ്രദേശത്ത് നിന്ന് കുറേ ആളുകൾ അവിടെ കടന്നു വരികയും ഈ സുനിൽമോനെതിരായിട്ട് സംസാരിക്കുകയും കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നു. പോലീസുകാർ പോലും ഈ കുട്ടികൾക്ക് ആ പ്രദേശവാസികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. നമുക്ക് യാതൊരു പരീക്ഷയും കിട്ടാത്ത രീതിയിൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വന്നിട്ട് മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് താക്കോൽ ഊരാൻ പാടില്ല. എന്താണ് ഈരാറ്റുപേട്ടയിൽ ഒരു റാഡിക്കലൈസേഷൻ? തൂക്കിക്കൊല്ലാൻ വിധിച്ച തീവ്രവാദികൾ ഉള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഈ ജനസംഖ്യാ വിധാനത്തിന് വരുന്ന ഒരു വ്യത്യാസം ഒരു പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനെ തന്നെ അട്ടിമറിച്ചതുപോലെയാണ് ഈരാറ്റുപേട്ടയുടെ സ്വഭാവം. ഈരാറ്റുപേട്ടയുടെയും പോക്ക് അങ്ങോട്ടാണ്. ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പശ്ചിമ ബംഗാൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈരാറ്റുപേട്ട ഒരു വിഷയമേ അല്ല. ആ പ്രത്യേക സ്വഭാവമുള്ള പ്രദേശത്തെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. രഞ്ജിത്ത്, ഈ അടുത്ത ദിവസങ്ങളിലായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു സാഹചര്യമാണ് ഒരു ഈരാറ്റുപേട്ടയിൽ ഒരു അപകടം, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ പിന്നിൽ ഒരു ബൈക്ക് ഇടിച്ചൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളുടെ പിന്നാലെ വലിയൊരു വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ ഉയർന്നു വരുന്നു. അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ചുരുളഴിഞ്ഞു വരുന്നു. ഇപ്പോൾ ഈരാറ്റുപേട്ട ഭാരതത്തിലല്ലേ, കേരളത്തിലല്ലേ, അതൊരു വേറെ ഏതെങ്കിലും സ്ഥലമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും അതിലേക്ക് നയിക്കുന്ന ചില ആകുലതകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചത്? ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തെക്കുറിച്ച് കാലങ്ങളായിട്ട് നിരവധി ആരോപണങ്ങളും അവിടെ കേന്ദ്രീകരിച്ച് നിരവധി പ്രശ്നങ്ങളും ഉണ്ട്. അത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണോ എന്നുള്ള ചോദ്യം അത് വളരെ വാലിഡായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ സുനിൽമോൻ എന്ന പേരുള്ള ഒരാൾ, അയാൾ വാഗമണിൽ നിന്ന് കോട്ടയത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് 2 കുട്ടികൾ സ്കൂട്ടറിൽ ബൈക്കിൽ കയറി വന്നു. അവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. കൊച്ചുകുട്ടികളാണ്. അവരെ കാറിൻ്റെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഈ ഭാര്യയ്ക്ക് കാറ് ചവിട്ടേണ്ടി വരുന്നു. തൊട്ട് പിന്നാലെ വരുന്ന മറ്റൊരു വാഹനം ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇടിക്കുന്നു. ഈ സുനിൽ മോൻ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ദേഷ്യപ്പെട്ട് ഇവരുടെ ഈ ചാവി വലിച്ചൂരി. എന്നിട്ട് അവരുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു. ഹെൽമെറ്റ് ഇല്ല. കൊച്ചുകുട്ടികളാണ്. തെളിവിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അപ്പോഴേക്ക് ആ പ്രദേശത്ത് നിന്ന് കുറേ ആളുകൾ അവിടെ കടന്നു വരികയും ഈ സുനിൽമോനെതിരായിട്ട് സംസാരിക്കുകയും ഈ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നു. അതായത് അവരുടെ പുറത്ത് കുറ്റമൊന്നും വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു. പോലീസുകാർ പോലും ഈ കുട്ടികൾക്ക്, ആ പ്രദേശവാസികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഇതിനെ തുടർന്ന് ഈ സുനിൽ മോൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വളരെ വൈറലായി, ധാരാളം ചർച്ചയായി. അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മളുടെ ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അതായത് പഴയ ഒരു SP ആയിരുന്ന കാർത്തിക് സാറിൻ്റെ ആ കാലത്ത് നൽകിയൊരു റിപ്പോർട്ട്, പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം റാഡിക്കലൈസേഷന് വിധേയരാകുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഒരു പരിശീലന കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സംവിധാനം പോലെയൊക്കെ ഒരുക്കണം. എന്താണ് ഈരാറ്റുപേട്ടയിൽ ഒരു റാഡിക്കലൈസേഷൻ? എന്താണ് ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈരാറ്റുപേട്ട ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കാലങ്ങളായിട്ട് മുൻപ് ഇതിൻ്റെ ചരിത്രം പല സ്ഥലത്ത് നിന്ന് വായിച്ചതിൽ നിന്ന് മനസ്സിലായത്, പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കാലത്ത് അവിടെ കച്ചവടത്തിനായി കൊണ്ടുവന്ന പഠാണികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന മുസ്ലിങ്ങൾ, അവരാണ് അവിടുത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന മുസൽമാന്മാരുടെ പ്രാഗ്രൂപം. അവർ പിന്നെ ആ പ്രദേശത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അധികാരവും നിയന്ത്രണവും ഒക്കെ കൈപ്പിടിയിലാക്കി. ആ സ്ഥലത്തിൻ്റെ പേര് പോലും ആ പ്രവർത്തനങ്ങൾ അവരുടെ രീതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഈ 2 ആറുകൾ വന്ന് ചേരുന്ന സ്ഥലം, അങ്ങനെയാണ് ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. 2 ആറുകൾ വന്ന് ചേരുന്ന സ്ഥലം. അവിടെ പേട്ട എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ഈ വണികരും വർത്തകരുമായിട്ടുള്ള ആളുകൾ കോമണായിട്ട് വന്ന് താമസിക്കുന്ന നിരവധി പേട്ടകളുണ്ട്, വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പിൽക്കാലത്ത് അത് നേരത്തെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. അവിടെ ഈ അരുവിത്തുറ സെൻറ്റ് ജോർജ് ഫൊറോണ ചർച്ച് അത് വളരെ ഫേമസ് ആണ്. നിരവധി ആളുകൾ, അരുവിത്തുറ വല്യച്ഛൻ എന്ന് പറയുന്ന ആ സെൻറ്റ് ജോർജ്
അദ്ദേഹത്തിൽ വിശ്വാസമുള്ള ധാരാളം ആളുകൾ, പല മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ ചെല്ലുകയും അവിടുത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈരാറ്റുപേട്ടയിലേക്ക് വരുമ്പോൾ ഈ അരുവിത്തുറ എന്ന് പറയുന്ന സ്ഥലത്തോട് ഇവർക്ക് എപ്പോഴും ഒരു പാറയിൽ അനസിൻ്റെ ഒരു വിഷയം നേരത്തെ ഉണ്ടായിരുന്നു. CPM-ൻ്റെ കൗൺസിലറും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഈ പാറയിൽ അനസ്. ഇയാളുടെ ഒരു ഓഡിയോ കുറേ കാലം മുമ്പ് കറങ്ങി നടന്നിട്ടുണ്ട്. 2021 മറ്റുമാണ് സംഭവം. അതായത് ഒരു വാർഡിലെ ഒരു ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ വേണ്ടി കൊടുത്ത ഒരു നോട്ടീസിൽ ഒരു ലാബിൻ്റെ ഒരു പരസ്യം മറ്റുമാണ്. അതിനകത്ത് ഈരാറ്റുപേട്ട എന്നുള്ളതിന് പകരം അരുവിത്തുറ എന്നായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ അനസ് പറയുക, ഇത് അരുവിത്തുറയല്ല ഈരാറ്റുപേട്ട എന്ന് എഴുതാമെങ്കിൽ മാത്രം ഞാൻ ഒഫീഷ്യലി എൻ്റെ വാർഡിൻ്റെ ഗ്രൂപ്പിൽ, CPM-ൻ്റെ മെമ്പറാണെന്ന് ആലോചിക്കണം, വാർഡിൻ്റെ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ഷെയർ ചെയ്യത്തില്ല. അതായത് ഈ സംസാരിക്കുന്ന ലാബിലെ സ്റ്റാഫിനോട് ഇയാൾ ഭയങ്കര രൂക്ഷമായിട്ടായിരുന്നു പ്രതികരിച്ചത്. അന്നിത് ഒരുപാട് വാഗ്വാദവും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് ആ പ്രദേശത്ത് ഉള്ള ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ റാഡിക്കലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കാർത്തിക് സാറിൻ്റെ ഈ നിർദ്ദേശം അന്ന് ഈ SP-ക്കെതിരായിട്ട് വളരെ വ്യാപകമായ വിമർശനങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആയിരുന്നു വന്നത്. സ്ഥലം മാറ്റണമെന്ന ആവശ്യമൊക്കെ ആവശ്യം വന്നു. പിന്നെ കൂടാതെ ഇയാൾ ആൻറ്റി മുസ്ലിം ആണെന്നുള്ള ഇത് വന്നു. അവിടുത്തെ ആ 3 ഏക്കർ സ്ഥലം, 3 ഏക്കറോ മറ്റോ ആണ്, ആ സ്ഥലം ഒരു എന്താ പറയുക ഭീകരവിരുദ്ധ പരിശീലന കേന്ദ്രമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അപ്പം ഈരാറ്റുപേട്ടയ്ക്ക് മാത്രമായിട്ട് എന്തിനാണ് ഭീകരവിരുദ്ധ പരിശീലന കേന്ദ്രം എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബാക്കിലേക്ക് പോകേണ്ടി വരും. അത് ഈ വാഗമൺ സിമി ക്യാമ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സംഭവം. അത് ഈ 2007 തങ്ങൾപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് നടത്തിയൊരു ആയുധ പരിശീലനമാണ്. അതിനകത്ത് വന്നിരിക്കുന്ന 2 പേര്, ഈ ഷിബിലി കരീം, ഷാദുലി കരീം എന്ന് പറയുന്ന 2 പേര്. ഈ 2 പേര് ഈരാറ്റുപേട്ടക്കാരാണ്. ഇവരെ പിന്നീട് അഹമ്മദാബാദ് ബോംബ് സ്ഫോടന കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച തീവ്രവാദികൾ ഉള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. അതിനുശേഷം ഈ SDP-യുടെ ഒരു കൗൺസിലർ, ഒരു അൻസാരി ഉണ്ട്. ഇയാളെ PFIക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ ഓപ്പറേഷനിൽ PFIക്കാർ NIA ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. അങ്ങനെ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ ഒരു പള്ളിയിലച്ചനെ തല്ലിയൊരു കേസുണ്ട്, ഒരു വികാരിയെ മർദ്ദിച്ച ഒരു കേസ്. അതും ഇതുപോലൊരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട സംഭവം. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ SDP-യുടെ ഈ കൗൺസിലർ ഈ അൻസാരിക്ക് 6 മാസത്തെ അവധി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മുനിസിപ്പൽ കൗൺസിലിൽ ഒരു പ്രമേയം വന്നു. ഈ പ്രമേയത്തിന് അന്നത്തെ UDF സംവിധാനം, നമ്മൾ ആദ്യം പറഞ്ഞ ഈ അനസ് പാറയിൽ എന്ന് പറയുന്ന ആൾ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും അന്നത്തെ അവരുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് UDF-നെ കുറിച്ചാണ്. UDF സംവിധാനം മുഴുവനായിട്ട് ഈ അൻസാരിക്ക് 6 മാസത്തെ അവധി നൽകണമെന്ന് പറഞ്ഞിട്ട് ആ പ്രമേയത്തിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. NIA പൊക്കിക്കൊണ്ട് പോയ പ്രതിയാണ് ഈ അൻസാരി എന്ന് പറയുന്ന ആൾ. പുറത്താക്കണം എന്നല്ല, അയാളെ എങ്ങനെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ കൗൺസിൽ 2020 ആണെങ്കിലും 25 ആണെങ്കിലും അവിടെ നിന്ന് ജയിച്ചിരിക്കുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ 2020 28 സീറ്റായിരുന്നു ഈ മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ 29 സീറ്റാണ്. അതിൽ കഴിഞ്ഞ തവണ 2 പേരായിരുന്നു മുസ്ലിങ്ങളല്ലാത്തവർ. ഇത്തവണ 3 പേര് മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. അതായത് 26 പേര് മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമാണ് എല്ലാ വാർഡുകളിൽ നിന്നുമായി ജയിക്കുന്നത്. അങ്ങനെ വളരെ മൃഗീയമായ ഭൂരിപക്ഷമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പിന്നെ നമുക്കറിയാം പല പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും അനുഭവത്തിലൂടെ ഈരാറ്റുപേട്ടയെ തിരിച്ചറിയുകയും അതിനെ തള്ളിപ്പറയുകയും ഈ സ്ഥലത്ത് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പല ലേഖനങ്ങളും പല സ്റ്റാറ്റസുകളും വന്നിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ തന്നെ വന്നിട്ടുണ്ട്. അവിടെ പോലീസ് ചെക്ക് ചെയ്യുന്നില്ല, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, AI ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ വന്നിട്ടുള്ള ലേഖനങ്ങൾ തന്നെയുണ്ട്. പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിട്ടുള്ള ലേഖനങ്ങൾ. ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഈ ഈരാറ്റുപേട്ട പരിസരങ്ങളിൽ മാത്രം ഈരാറ്റുപേട്ട പരിസരങ്ങളിൽ പോലീസ് ചെക്ക് ചെയ്യുന്നില്ല. പോലീസ് ഈ പറയുന്ന 25 വാർഡുകളിൽ പരിശോധിക്കാൻ കയറുന്നില്ല. അതിന് സാധൂകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സുനിൽമാൻ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നു.
ഇവർക്കെതിരായിട്ട് മാത്രം സംസാരിക്കുന്നു. ആ കുട്ടികൾ വണ്ടി ഓടിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഈരാറ്റുപേട്ടയിലെ മാത്രം കാര്യമല്ല കേട്ടോ, മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്, എറണാകുളത്തുണ്ട്, കാസർഗോട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ പോലീസിന് ഭരണമില്ലാത്ത, പോലീസിന് കയറാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ മാറുന്നു. ഇത് സംഘടനയല്ല, ഒരു സ്വഭാവം, ഇതൊരു മനോഭാവമാണ്, ഗൂഢസംഘം, ഒരു മനോഭാവമാണ്. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളുടെ ഒരു മനോഭാവമാണ്. ഇവിടെ സംഘടന എന്ന് പറഞ്ഞാൽ ഏത് സംഘടനയെ കുറ്റം പറയും? അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആ പ്രദേശവുമായി പരിചയമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 15 വർഷം മുമ്പ് അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുണ്ടായിരുന്നു. AYF, DYFI, പിന്നെ കേരള കോൺഗ്രസിൻ്റെ സംഘടനകൾ. ഇപ്പോൾ അങ്ങനെ ഉള്ള യാതൊരു സംഘടനകളുമില്ല. 100% റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ജനസംഖ്യാ വിധാനത്തിന് വരുന്ന ഒരു വ്യത്യാസം ഒരു പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനെ തന്നെ അട്ടിമറിച്ചതുപോലെയാണ് ഈരാറ്റുപേട്ടയുടെ സ്വഭാവം. ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു 2025 അവിടെ നിന്ന് സ്ഫോടക വസ്തു പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്ര വിഷയങ്ങൾ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ PDPയുടെ മുൻ ജില്ലാ പ്രസിഡൻറ്റിനെ മത്സരിപ്പിച്ചിരുന്നു, CPMൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട്. ഏറ്റവും വലിയ തമാശ, ഇയാൾ മുൻ തെരഞ്ഞെടുപ്പിൽ PDP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചാണ്. നിലവിൽ PDPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. മദനിയുടെയൊക്കെ പടമൊക്കെ, നിഷാദ് എന്ന മറ്റോ ആയിരുന്നു അയാളുടെ പേര്, മദനിയുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആണ് ഇദ്ദേഹം, സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ഇടതുപക്ഷ പിന്തുണയുള്ള ആളാണ്, മദനിയുടെ ഫോട്ടോയൊക്കെ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രചരണം. ഇങ്ങനെ കോൺഗ്രസിൻ്റെ കാര്യം പറയണ്ട, കോൺഗ്രസ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ UDF പൂർണ്ണമായിട്ടും ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗത്തിൻ്റെ കയ്യിലാണ്. നമ്മളിപ്പോൾ ഇതിനെ സംഘടനാ ബന്ധമല്ല നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനോഭാവമാണിത്. അതായത് തീവ്രവാദം അല്ലെങ്കിൽ റാഡിക്കലൈസേഷൻ, വർഗീയ ബോധം എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു മനോഭാവമായിട്ട് മാറിയിട്ടുണ്ട്. പോലീസും അതിനനുസരിച്ച് കുനിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ ഫ്ലെക്സിബിൾ ആകുന്ന, നമുക്കറിയാം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കും, ഫോട്ടോ എടുക്കും, അങ്ങനെയല്ലേ? ഈ പയ്യൻ പിള്ളേർ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു, പ്രായപൂർത്തിയാകാത്ത, ലൈസൻസ് ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞതായിട്ട് ഈ വീഡിയോ എടുത്ത ആൾ, സുനിൽ എന്ന് പറയുന്ന ആൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ ഇത് ചെക്ക് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. പകരം ആരോപണം ആരാണോ ഉന്നയിക്കുന്നത് അവർക്കെതിരായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് പല വാർത്തകളും വന്നിട്ടുണ്ട്, ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ആ അവസ്ഥയിലാണുള്ളത്. മറ്റ് സ്ഥലങ്ങൾ ഇപ്പം എന്താ പറയുക, പശ്ചിമ ബംഗാളിലേക്ക് അവസ്ഥകൾ കണ്ടിട്ടില്ലേ? അവിടെയും ഇതുപോലെയായിരുന്നു. റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു ജനവിഭാഗം ഇതുപോലെ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കുക, പോലീസുകാരെ ആ പ്രദേശം സന്ദേശഖാലി സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്ന. അതിൻ്റെ മറ്റൊരു പതിപ്പ്, ചെറിയൊരു പതിപ്പായിട്ടാണ് ഈ ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളും മാറുന്നത്. ഈ സന്ദേശഖാലിയിൽ ഈ അഹങ്കാരം കാണിച്ച് അവസാനം ഇപ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഉദ്യോഗസ്ഥരൊക്കെ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അന്ന് നേരത്തെ. അവിടെ ED റെയ്ഡിന് ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ ഇയാളെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്ത നിരവധി കേസുകളാണ് ഉണ്ടായത്. ഗവർണർക്കൊക്കെ നേരിട്ട് ഇടപെടേണ്ട വിഷയമാണ്. പക്ഷേ ഈരാറ്റുപേട്ടയുടെയും പോക്ക് അങ്ങോട്ടാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അവർ പശ്ചിമ ബംഗാൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, സന്ദേശഖാലി കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, മമതാ ബാനർജിയെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈരാറ്റുപേട്ട ഒരു വിഷയമേ അല്ല. ഈരാറ്റുപേട്ട ഒരു നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു പ്രദേശമായി മാറുകയാണെങ്കിൽ ആ പ്രത്യേക സ്വഭാവമുള്ള പ്രദേശത്തെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. പശ്ചിമ ബംഗാളിന് പ്രത്യേക സ്വഭാവം വരുമ്പോൾ പ്രത്യേക സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, പഞ്ചാബിന് പ്രത്യേക സ്വഭാവം വരുമ്പോൾ പഞ്ചാബിനെ പ്രത്യേക സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, ജമ്മു കാശ്മീരിനെ ഇതെല്ലാം നിയമപരമായിട്ടുള്ള ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അല്ലാതെ യാതൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കാണിക്കുന്നില്ല. ഇവർ ഈ പറയുന്ന ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗം പെരുമാറുന്നത് പോലെയുള്ള യാതൊരു പെരുമാറ്റവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നുമില്ല. കോടതി അംഗീകരിക്കുന്ന, ഭരണഘടന അംഗീകരിക്കുന്ന, ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനം എൻഡോസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. അല്ല എങ്കിൽ
ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കോടതിയിൽ പോകുന്ന ആളുകൾ വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. ഈരാറ്റുപേട്ടയിലും അതുപോലെ തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൂടി നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളും മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇത് അവിടെ ഇവിടെ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അത് ആ പ്രദേശത്തെ മുതിർന്നവരുടെ ഉത്തരവാദിത്വമല്ലേ? അതായത് പോലീസ് ചെക്ക് ചെയ്യുന്നില്ല, MVD ചെക്ക് ചെയ്യുന്നില്ല, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കാൻ തിരുത്തേണ്ട ആളുകൾ തിരുത്താതിരിക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞ 2 പേർ ഇരട്ടകളാണ്, ഈ ഷിബിലി കരീം ആൻഡ് ഷാദുലി കരീം. ഇവർ എഞ്ചിനീയർമാരാണ്. അതുപോലെ ഇവർ അറേഞ്ച് ചെയ്ത ഈ വാഗമൺ സിമി ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ, അവരിൽ 6 എഞ്ചിനീയർമാരും 3 ഡോക്ടർമാരും ഉണ്ടായിരുന്നു, MBBS ഡോക്ടർമാർ. അങ്ങനെയാണ് കോടതിയിൽ ഇത് ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിലുള്ളത്. 18 പേർ. പ്രൊഫഷണൽ ജിഹാദൊക്കെ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ജിഹാദിക് മൈൻഡ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, തീവ്രവാദമായിട്ടുള്ള മൈൻഡിൻ്റെ ആ ഒരു ചിന്താ രീതിയുടെ ഒരു ഹാച്ചറിയാണ് പലപ്പോഴും ഈ പ്രദേശം. എവിടെയും എന്ത് സംഭവിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനത്തിലും ഒരു മീൻ കേരളത്തിൽ നിന്നുള്ളതായിരിക്കും എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാൾ ഈരാറ്റുപേട്ടക്കാരനായിരിക്കും എന്ന് പറയുന്ന രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. അത് മുതിർന്നവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്. മുതിർന്നവർ ഈ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുകയും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരം ഈ വക സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാഡിക്കലൈസ് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നമ്മൾ കേൾക്കുന്നൊരു സംഭവമാണ് മയക്കുമരുന്നുകളുടെ വ്യാപനം. അതും ഒരു വെല്ലുവിളിയായി വരില്ലേ ഈ സാഹചര്യത്തിൽ? മയക്കുമരുന്നുകളുടെ വ്യാപനം അത് വേറൊരു വിഷയമാണ്. നിലവിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ പ്രദേശത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആരോപണം വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതൊരു വിഷയമാണെങ്കിലും ഇവിടെ അത് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം കുറയുന്നതും ഈ അമിതമായി റാഡിക്കലൈസ് ചെയ്യപ്പെടുമ്പം കുറയും. അങ്ങനൊരു വിഷയമുണ്ട്. അത് നമുക്ക് വേറൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇല്ല. പക്ഷേ ഈ പ്രദേശത്തെക്കുറിച്ച് അങ്ങനൊരു വ്യാപകമായ ആരോപണം വന്നിട്ടില്ല. മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ റാഡിക്കലൈസേഷൻ്റെ കാര്യത്തിൽ രണ്ടും ലഹരിയാണല്ലോ. മയക്കുമരുന്നിന് പകരം വർഗീയത എന്ന രീതിയിലാണെന്ന് തോന്നുന്നു കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായി ഉണ്ടായാൽ ഈ പ്രശ്നം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ആരെയോ ഭയക്കുന്നത് പോലെ. ഏതോ ഒരു മതവിഭാഗം, ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ, ഒരു പ്രത്യേക മതവിഭാഗം ജനങ്ങളെ ഭയന്ന് അവരുടെ തിട്ടൂരമനുസരിച്ച് പോലീസും ഭരണ സംവിധാനവും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ ആണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഈ കാര്യത്തിലെങ്കിലും പോലീസ് ഇടപെട്ടാൽ നന്നായിരുന്നു. പോലീസിൻ്റെ ഇടപെടലാണ് ഇതിനൊരു പരിഹാരം. അതിന് സംശയം. ലോ എൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ഈ സുനിൽമോൻ്റെ കയ്യിൽ വീഡിയോ തെളിവുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തെളിവ് വെച്ചുകൊണ്ട് അതിനകത്ത് ആരൊക്കെയാണോ കുറ്റകരമായി ഇടപെട്ടിട്ടുള്ളത്, അതിൽ ആ വീഡിയോയിൽ എന്തൊക്കെ കുറ്റങ്ങളാണോ കാണാൻ കഴിയുന്നത്, കൃത്യമായ നടപടി നാളെ മുതൽ എടുത്താൽ നമുക്ക് അവിടെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കൈവിട്ട് പോയിട്ടൊന്നുമില്ല. കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നിയമ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണം.